Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. കുറവ് പേരെ ഉള്ളല്ലോ. മാമിന്റെ വൈവയുടെ ടൈം മാറി കിട്ടിയായിരുന്നോ? 2:30-ക്കല്ലായിരുന്നോ? അത് ഒരു കുട്ടി മാത്രമേ കയറാനുണ്ടായിരുന്നുള്ളൂ. സൗമ്യ ടോണി. അത് 4:20 കയറും. ഓക്കെ. ഷീന എന്ന് പറഞ്ഞ കുട്ടി ഇന്നലെ കയറിയായിരുന്നു വയോയ്ക്ക്. അപ്പൊ ഇന്ന് സ്ലോട്ട് ഇട്ടതിൽ മാറിപ്പോയതാ. മാം ഒരു ഡൗട്ട്. നാളെ മാമിന്റെ വൈവാണ് എനിക്ക് പറഞ്ഞേക്കണതേ 3:45. അപ്പൊ എനിക്ക് ഇവിടെ ഫ്ലാറ്റിൽ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇവ ഉണ്ടെങ്കിൽ വൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജിസ്റ്റമിസിനോട് പറഞ്ഞു ടൈം മാറ്റി തരാന്ന്. അങ്ങനെ പറഞ്ഞാ മതിന്ന്. അപ്പൊ ഞാൻ ആരോടെ പറയണ്ടേ? മിസ്സിനോടാണോ പറയണ്ടേ? എപ്പോഴാണ് ടൈം? എപ്പോഴാണ്? എനിക്ക് 3:45. ഇവിടെ 2.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടേ അവിടുത്തെ ടൈമും ഇവിടുത്തെ ടൈമും. അപ്പൊ ഇപ്പൊ ഇവ ഒന്നില്ലെങ്കിൽ വൈകിട്ട് എനിക്ക് പറ്റുള്ളൂ 8 മണി. അതായത് നാട്ടിലത്തെ ഒരു 8:15 ടൈം. അപ്പൊ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞെത്തി. അപ്പൊ ഞാനിത് ആരോടെ പറഞ്ഞറിയില്ല. രാത്രിയാണോ കംഫർട്ടബിള്? എനിക്ക് കംഫർട്ടബിൾ ഒരു 8 മണി ഒരു 8:15 നേരത്ത്. 8 മണി 8:15 അല്ലേ? നമ്മുടെ നാട്ടിലത്തെ ടൈം. അപ്പൊ ഇവിടെ ആവുമ്പോ ഒരു 6 മണി 6:30 ടൈമില് ഹസ്ബൻഡ് വരുവേ. ഒരു കാര്യം ചെയ്തത് ജിഷാമിസിനൊക്കെ പറഞ്ഞാൽ മതി. ജിഷാമിസായിരിക്കും രാത്രി എടുക്കുന്നേ. എനിക്ക് വാട്സപ്പ് കോളാ പറ്റുള്ളൂ. ഡയറക്റ്റ് കോള് എടുക്കുമോ? മിസ് എടുക്കും. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞാൻ പറയാം. മിസ്സിനോട് പറയുന്നില്ലേ? ഞാൻ മെസ്സേജ് വിടാം മിസ്. ശരിയെന്നാ മിസ്. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. ഓക്കെ. പ്രയർ ചെയ്യുന്നുണ്ടോ? ഞാൻ ചെയ്യാം, ma'am. Heavenly Father, as we start this day, we ask for your wisdom to guide our steps, bring clarity to our mind, and help us make the right decisions. Bless our efforts with success, and let your favor shine upon us. We trust in your plan and ask for your strength as we pursue our goals. In Jesus' name, Amen. Thank you. കഴിഞ്ഞ ക്ലാസ്സിൽ സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. എനിക്കുണ്ട്. അസീനയ്ക്കുണ്ട്. ഏതായിരുന്നു സെലക്ട് ചെയ്തായിരുന്നു ടോപ്പിക്? ഡിസിപ്ലിൻ ഇൻ സ്കൂള്. ഓക്കെ. മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ പറഞ്ഞായിരുന്നില്ലേ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് വേറെ ആരോട് പറഞ്ഞിരുന്നു. അവര് കേറിയിട്ടുണ്ടോ മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ? ഇല്ല. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനോ? മാം ഒരാൾക്കാ കൊടുത്തോളായിരുന്നു. ഒരാൾക്ക് കൊടുത്തുള്ളോ? എനിക്ക് നേരത്തെ തന്നിരുന്നത് എടുക്കാനുള്ളതായിരുന്നു. ടൈം ഇല്ലാത്തോണ്ട് പകരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾക്കും കൂടി മാം കൊടുത്തോളായിരുന്നു. ഞാൻ എവിടം വരെയാണ് എടുത്തു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? കോർഡിനേഷൻ വരെ. കോർഡിനേഷൻ. ലീഗൽ സ്ട്രക്ചർ ഒന്നും എടുത്തിട്ടില്ല. അപ്പോ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് ഒക്കെ സെമിനാർ പ്രസന്റ് ചെയ്തിരുന്നില്ലേ? ലീഗൽ സ്ട്രക്ചർ, പ്യൂപ്പിൾസ്, പേഴ്സണൽ, ഫിനാൻസ് നോക്കിയേ. എന്റെ അറിവിലില്ല മാം. ഞാൻ ക്ലാസ്സിൽ കയറാനിട്ടാണോന്ന് അറിയില്ല, ഓർക്കണില്ല.
മാം മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ തൊട്ടായിരുന്നു, അത് ശ്രുതിക്കായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിന് പിന്നെ ആദരിക്കായിരുന്നു എന്ന് തോന്നുന്നു. മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ഇല്ലേ, അല്ല, ഞാൻ ആദരിക്കല്ലേ? ചോദിക്കുന്നത് ഈ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് എന്ന് പറഞ്ഞ ലീഗൽ സ്ട്രക്ചറിന്റെ പ്യൂപ്പിൾസ് ഉണ്ട്, അതൊക്കെ സെമിനാർ ആയിട്ട് ആരെങ്കിലും പ്രസന്റ് ചെയ്തായിരുന്നോ? ഇല്ല മാം. ഇല്ല. കോർഡിനേഷൻ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത് അല്ലേ? ആ സെമിനാറിന്റെ ടോപ്പിക് ഒന്ന് പറയാമോ ഹസീനയുടെ? ഡിസിപ്ലിൻ ഇൻ സ്കൂൾ. ഓക്കെ. പിന്നെ അതിരുടെ എന്തായിരുന്നു? മോഡേൺ കോൺസെപ്റ്റ് ഓഫ് എന്താ? മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. മോഡേൺ കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് പോവാം. മാം മെയിൻ്റെനൻസ് പിന്നെ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് ശ്രുതി എടുത്തേന്ന് തോന്നുന്നു. ലൗലി ചേച്ചിക്ക് ഇല്ലായിരുന്നോ? മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ ആയിരുന്നോ ലൗലി ചേച്ചി എടുത്തേ? അല്ലടാ, ഞാൻ എടുത്തിട്ടില്ല. ഇല്ലേ? ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞത് വേർഡ് ഡിസിപ്ലിൻ, പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ ക്ലാസ്സില്? മിസ് സ്കോപ്പ് ഓഫ് ആസ്പെക്ട് ശ്രുതി എടുത്തുന്നാ തോന്നുന്നത്. അതെ അതെ. മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ ലൗലി ചേച്ചി എടുത്തത്. യെസ്, ലാറ്റിൻ വേർഡ് ഡിസിപ്ലിന എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയായിരുന്നു. ലൗലി ചേച്ചി ഓർക്കണില്ലേ? ലൗലി ചേച്ചി മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ എടുത്തത്. ഒന്ന് ഓർത്ത് നോക്കിയ ലൗലി. ഡിസിപ്ലിൻ മാം, എനിക്ക് കീമോ കഴിഞ്ഞ പിന്നെ ഇത്തിരി മറവിയുണ്ട്, ഇത്തിരി ഓർക്കണമെങ്കിൽ ഇത്തിരി പാടുണ്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ PGയുടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അവിടെ അപർണ മാം പറഞ്ഞു, അപർണ മാമാണല്ലോ എനിക്ക് വൈവ് എടുത്തത്. മാം പറഞ്ഞു വേറെ ആരുടെയും ചെയ്യണ്ട ലവ്ലി, എന്റെ ഇത് ചെയ്യാൻ പറഞ്ഞു. അത് മാത്രമേ എന്റെ ഓർമ്മയിലുള്ളൂ. അവൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തതാണല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. കേട്ടോ, ഞാൻ മറന്നു പോയതുകൊണ്ടായിരിക്കും. എനിക്ക് മുമ്പ് 3 പേരുണ്ടായിരുന്നു മാം. 4 പേർക്കാണ് മാം കൊടുത്തത്. ശ്രുതിക്കും ലൗലി ചേച്ചിക്കും ആതിരയ്ക്കും പിന്നെ എനിക്കും. അപ്പൊ എന്റെ ടൈം ആയപ്പോഴേക്കും സമയം തീർന്നായിരുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുക്കാന്ന് പറഞ്ഞിരുന്നു. സ്കോപ്പ് ഓഫ് തൊട്ടായിരുന്നു കൊടുത്തത്. ശരി, ഇപ്പൊ ഞാൻ ഓർക്കുന്നു. അതാണ് ക്ലാസ്സിൽ എടുത്ത പോലെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. മാർക്ക് ഇട്ടിട്ടുണ്ടോ? മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഇല്ല, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ അറിവില് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഡിസിപ്ലിൻ സ്കൂൾ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, ഇത് 3 പേർക്കായിട്ട് ഞാൻ കൊടുത്തതായിട്ടാണ് ഓർമ്മ. ഇമ്പോർട്ടന്റ് ഡിസിപ്ലിന് ഞാൻ എടുക്കാത്തത് കൊണ്ട് വേറൊരു കുട്ടിക്കും കൂടിയും കൊടുത്തു ഇമ്പോർട്ടന്റ് ഓഫ് ഡിസിപ്ലിന്. അതെ അല്ലേ? നമുക്ക് എന്തായാലും അതൊന്ന് പറഞ്ഞു പോവാം. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആർക്കൊക്കെ കൊടുത്തതെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് റസ്മിന? ആർക്കൊക്കെ കൊടുത്തതെന്നുള്ളത് ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. റസ്മിന എഴുതിയിട്ടുണ്ടായിരുന്നോ? പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലായിരുന്നു, പക്ഷെ ആർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? അതൊന്ന് നോക്കിയെന്നാ. മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ കൊടുത്തത് ലൗലിക്കാണ്. ഡിസിപ്ലിൻ സ്കൂള് അസീന. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളത് വനജ. അതാണ്. അപ്പൊ ഈ അതിന് മുമ്പുള്ള ഞാൻ മറന്നുപോയത് കൊണ്ട്, അതുകൊണ്ടാണ് പിന്നെ എനിക്ക് നല്ല മറവിയുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് പഠിക്കുന്ന കാര്യങ്ങൾ മറക്കണില്ല, അതൊരു അനുഗ്രഹമുണ്ട്. ഇത് ഞാൻ മറന്നുപോയി, കാരണം ഞാൻ എന്നോട് മാം പറഞ്ഞു എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് എടുക്കിയത്. ഇപ്പൊ ഞാൻ ആ പ്രിന്റ് പേപ്പർ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നു. സോറി മാം, ഞാൻ കേട്ടോ, അത് പ്രശ്നമില്ല. ഓക്കെ. ലീഗൽ സ്ട്രക്ചർ, പ്യൂപ്പിൾസ്, പേഴ്സണൽ ഫിനാൻസ്, കരിക്കുലം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഒന്നും കൂടി ഞാൻ പറയണമെങ്കിൽ പറയാം.
നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോവാം. പറഞ്ഞു കഴിയുമോ? അത് നല്ലതായിരിക്കും, പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും എനിക്ക് കേറാൻ പറ്റില്ല, ഇന്റേൺഷിപ്പിന് പോയതുകൊണ്ട്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാമോ? ഓക്കെ ഓക്കെ. മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ഇപ്പൊ മിസ്സിന്റെ ക്ലാസ് സെമിനാർ എടുത്തല്ലോ, അപ്പൊ വൈവയുടെ സമയത്ത് എടുത്തോന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ എടുത്തെന്ന് പറയണോ എടുത്തില്ല എന്ന് പറയണോ? എടുത്തെന്ന് പറയണം കേട്ടോ. ഓക്കെ മാം. അപ്പൊ ആ സമയത്ത് നിങ്ങള് സെമിനാർ പ്രസന്റ് ചെയ്യണ്ട. ശരി. ആ സമയത്ത് പ്രസന്റ് ചെയ്യേണ്ട, പറഞ്ഞാൽ മതി ഏത് മിസ്സാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. അപ്പോ അവര് കോണ്ടാക്ട് ചെയ്തോളൂ. വൈവ എടുത്ത മാം എനിക്ക് നാളെ ഉണ്ടായിരുന്നു വൈവ, അപ്പൊ ഇന്ന് സെമിനാർ എടുക്കാൻ പറ്റില്ലേ മാം? ഇന്ന് സെമിനാർ എടുക്കാം, ടൈം തരാം ഞാൻ. ഓക്കെ മാം. മതി കേട്ടോ. അപ്പൊ മാം ഞാനിനി അപർണ മാമിന്റെ എടുക്കണോ സെമിനാർ? എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. അല്ല ലവ്ലി, അപർണ മാം വൈവ എടുത്ത സമയത്ത് സെമിനാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല, സെമിനാറിനെ കുറിച്ച് മാത്രം ചോദിച്ചില്ലായിരുന്നു ഒന്നും. അപ്പൊ എന്നോട് മാം ഒരു ദിവസം ഞാൻ ചോദിച്ചു, മാം എനിക്കിനി എന്താണ് വൈവ വേണമെന്ന് ചോദിച്ചപ്പോ മാം പറഞ്ഞു വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അന്ന് വൈവ എടുത്തതാണല്ലോ, അന്ന് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നന്ന് എടുത്തതായിരുന്നു. അപ്പൊ പറഞ്ഞു എന്റെ സെമിനാർ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ ഞാനത് അതിന് ശേഷമാണ് മാം പറഞ്ഞത്, അശ്വതി മാമിന്റെ എടുത്തതിന് ശേഷമാണ് മാം പറഞ്ഞത് ഇങ്ങനെ എന്റെ സെമിനാർ എടുത്താൽ മതി, അപ്പൊ പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തെങ്കിലും സെമിനാർ എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ ആ മാർക്ക് കൊടുത്തേക്കാം, അത് മതിയില്ലേ? ഓക്കെ മാം, ഓക്കെ. കാരണം എനിക്ക് എഴുതാനും ഇപ്പൊ പോയി പ്രിന്റ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തതാണല്ലോ, അപ്പൊ അതുകൊണ്ട് മാം പറഞ്ഞാ ലവ്ലി വന്ന് അപർണ മാമിനെ ഞാൻ ഇൻഫോം ചെയ്തേക്കാം. മാർക്ക് ചോദിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇൻഫോം ചെയ്തേക്കാം. താങ്ക് യു മാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സിലേക്ക് പോവാം. മാം MT13 വൈവ തീരാറായോ? MT13 വൈവ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ സ്കോപ്പ് ഓഫ് ആസ്പെക്ട്സ് ലീഗൽ സ്ട്രക്ചർ ആണ് കേട്ടോ പറയുന്നത്. refers to the laws that have laws എന്നാണ് കേട്ടോ. laws that have to be sanctioned and rules and regulations that have to be framed in order to resolve the agencies of education, their types, power and standards of educational institutions to be ruled by them, to dictate authority and control, to fix up responsibility and obligation, to decide the question of decentralization of management and to set up organizational and administrative machinery. ഓക്കെ, ഞാൻ ഇതിനകത്തെ കണ്ടന്റ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതിയില്ലേ? വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂല്ലേ? അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ലീഗൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നിയമഘടനയാണ്. സ്കൂളാവുമ്പോൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവും അല്ലെ? ഏതൊരു സ്ഥാപനമാണെങ്കിലും അതെ, അത് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ചില നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കാം ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിയമങ്ങളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും രൂപപ്പെടുത്തണം. ഓക്കെ, ഇപ്പൊ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടൈപ്പ് എന്താണ്, അതായത് അത് പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നതാണോ, ഇങ്ങനെയുള്ള തരങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധികാരങ്ങൾ, പവർ ആർക്കൊക്കെയാണ്? ഹെഡ് മാസ്റ്റർക്ക് പവർ ഉണ്ടാവാം, മാനേജ്മെന്റിന് പവർ ഉണ്ടാവാം, മാനേജർക്ക് പവർ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കൊക്കെയാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തില് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, പിന്നെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവര് നിറവേറ്റേണ്ടത്. ഹെഡ് മാസ്റ്റർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ചില കാര്യങ്ങളില്, മാനേജ്മെന്റിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ടീച്ചേഴ്സിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും ഉള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ പവർ കൊടുക്കാം, ആർക്കൊക്കെ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് ടൈപ്പാണ്, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിനകത്ത് നോക്കിയിരിക്കണം. അതായത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, ഗവൺമെന്റ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ടോട്ടലി വ്യത്യാസങ്ങൾ ഉണ്ടാവാം എല്ലാ കാര്യത്തിലും, അല്ലെ? ഇല്ലേ, ഡിഫറൻസ് ഉണ്ടാവില്ലേ? സാലറിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പാക്കേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലെ? പല കാര്യങ്ങൾക്കും എന്തുണ്ടാവാം, സ്റ്റാൻഡേർഡ്സിൽ വ്യത്യാസം ഉണ്ടാവാം, ഫെസിലിറ്റീസിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഏത് ടൈപ്പ് ആണെന്ന് കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് എന്ത് ചെയ്യേണ്ടത്, രൂപപ്പെടുത്തേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് പവർ ഡീസെൻട്രലൈസ് ചെയ്ത് കൊടുക്കുക, അതായത് അധികാര വികേന്ദ്രീകരണം. ഒരാള് മാത്രം എല്ലാ ജോലികളും ചെയ്യാതെ മറ്റു പല ആളുകൾക്കായിട്ട് എന്ത് ചെയ്യാം, ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രിൻസിപ്പൾ ആണ് അധികാരി, അല്ലെങ്കിൽ അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആളിന് മാത്രം എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏൽപ്പിക്കാതെ എന്ത് ചെയ്തിരിക്കണം, ഓരോരുത്തർക്കുമായിട്ട് അധികാരങ്ങൾ അല്ലെങ്കിൽ പവർ ചെയ്യേണ്ട ജോലികള് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാകണം. അതായത് ഒരു നിയമ സംഹിത അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും നമ്മള്. അതായത് എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ആ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്, എത്ര സ്റ്റാഫുകൾ ഉണ്ട്, അവരുടെ സാലറി എത്ര, അവരുടെ ക്വാളിഫിക്കേഷൻ എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. കൂടാതെ നല്ല രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനവും സ്കൂളിൽ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ലീഗൽ സ്ട്രക്ചർ. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്യൂപ്പിൾസ്. വായിക്കണ്ടല്ലോ, വായിക്കുന്നില്ല കേട്ടോ, ഞാൻ സമയം പോകും. നമ്മുടെ ശ്രുതി വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കാം. പ്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ? കുട്ടികളാണ്, അല്ലെ? വിദ്യാർത്ഥികളെയാണ് പ്യൂപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് അഥവാ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അവിടെയുള്ള കുട്ടികളാണ്, അല്ലെ? കുട്ടികളില്ലാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്കൂൾ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുമോ? അതൊരു കെട്ടിടം മാത്രമല്ലേ? കുട്ടികളില്ലെങ്കിൽ ഒരു കെട്ടിടം മാത്രമാണ്. അവിടെ കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് അതൊരു സ്കൂളായിട്ട് മാറുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത് ആരെ ബേസ് ചെയ്തുകൊണ്ടാ? കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെ? കുട്ടികളാണ് കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലാതെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ നടക്കാറുണ്ടോ? ടീച്ചർമാർക്ക് വേണ്ടിയിട്ടോ മാനേജ്മെന്റിന് വേണ്ടിയിട്ടോ ഒക്കെ വല്ല കാര്യങ്ങളും നടക്കാറുണ്ടോ? എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ ഉണ്ടാവും, അല്ലെ? കുട്ടികളെയാണ് എന്ത് ചെയ്യുക, നമ്മള് സെൻട്രൽ പോയിന്റ് ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പോ ഈ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ആവശ്യങ്ങള്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ കഴിവുകള് എന്നിവ പരിഗണിച്ച് വേണം എന്ത് രൂപപ്പെടുത്താൻ, അവരുടെ ആ ഒരു പഠനത്തിന്റെ രീതി ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കുട്ടികളെ ഏതൊക്കെ സമയം കുട്ടികൾക്ക് എപ്പോഴാണ് പഠിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കേണ്ടത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ, നമ്മൾ രൂപപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂള് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഇൻട്രസ്റ്റും അവരുടെ സ്കില്ലുകളും ഇതൊക്കെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അഡ്മിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ നടത്തുന്നത്. അതുപോലെ തന്നെ
ഡിസിപ്ലിൻ പോലുള്ള കാര്യങ്ങൾ സ്കൂളിൽ നടത്തുന്നത്, ഇങ്ങനെയുള്ള നിയമങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ രൂപപ്പെടുത്തും. ഓക്കെ, അപ്പൊ കുട്ടികളാണ് സെൻട്രൽ പോയിന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ പോയിന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് കേട്ടോ. ഓക്കെ ആണോ? യെസ്, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ പറഞ്ഞത് ഇതാണ്. പീപ്പിൾസ് എന്ന് പറഞ്ഞാല് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. ഇനി അടുത്തത് പേഴ്സണൽ ആണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ എംപ്ലോയീസ് അല്ലേ മാം? ആരാ പേഴ്സണൽ? എംപ്ലോയീസ്. എംപ്ലോയി ആണ്, മാൻ പവർ ആണ് അല്ലേ? മാൻ പവർ അല്ലേ എംപ്ലോയി? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് ഒരു സ്കൂളിന്റെ ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ആ സ്കൂളില് ആവശ്യത്തിനുള്ള ജീവനക്കാരെ നിയമിക്കണം, അവരെ കണ്ടെത്തണം. ഓക്കെ, ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ സ്റ്റുഡൻസ് മാത്രം പോരാ, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചർമാരെയും അല്ലാതെയുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ആവശ്യമാണ്. അപ്പോ അവരെ കണ്ടെത്തുകയും അവരെ നിയമിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂൾ എന്ന് പറയുമ്പോഴും ആ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ജീവനക്കാരാണ് അല്ലെ? ഓടിക്കുന്നത് ആരാണ്? ഒരു ബസ്സില് കുറെ യാത്രക്കാരുണ്ട്, ഡ്രൈവർ ആരാണ്? ആരായിരിക്കും? ഡ്രൈവർ അല്ലേ ആ ഒരു ബസ് നിയന്ത്രിക്കുന്ന ആള്? അതുപോലെ തന്നെ യാത്രക്കാരെ പോലെ സ്കൂളിലെ കുട്ടികളാണ് അല്ലെ? അപ്പോ ആ ഒരു സംവിധാനം നിയന്ത്രിക്കുന്നത്, ഡ്രൈവ് ചെയ്യുന്നത് അവിടെ എംപ്ലോയി ആണ്, അതായത് ടീച്ചർമാരാണ് കേട്ടോ. ഓക്കെ, ദെൻ ഈ പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഇന്ന ആളുകൾ, അതായത് സ്ത്രീയും പുരുഷനും ഉണ്ടാവാം അല്ലെ? ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട്, മെയിൽ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ? അല്ലാതെ ഫീമെയിൽ ടീച്ചേഴ്സിനെ മാത്രം എടുക്കുള്ളൂ അല്ലെങ്കിൽ മെയിൽ ടീച്ചേഴ്സിനെ മാത്രം എടുക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. സ്ത്രീയും പുരുഷനും ഉണ്ട്. ഇതിൽ നിന്ന് ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? സ്കൂളിലേക്ക് അപ്പോയിന്റ് ചെയ്യാം. കഴിവുള്ള ആളുകളെ, എബിലിറ്റീസ് ഉള്ള ആളുകളെ എന്ത് ചെയ്യാം? സ്കൂളിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, അവരുടെ എന്താണ് അവരുടെ റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ അവർ ട്രെയിൻഡ് ആണോ, അവർ ക്വാളിഫൈഡ് ആണോ, അതുപോലെ തന്നെ അവർക്ക് നല്ല സർവീസ് കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ അവർ ഗുഡ് സർവീസ് ആണോ ഉള്ളത്, പിന്നെ അവർക്ക് അട്രാക്റ്റീവ് സാലറീസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. അതായത് ഒരു എംപ്ലോയി അതിപ്പോ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാവാം. അവര് പ്രധാനമായിട്ടും അട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഒരു സ്കൂളില് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്തു, നമ്മൾ പല കാര്യങ്ങളും നോക്കും അല്ലെ? അതൊക്കെയാ നമ്മൾ നോക്കുന്നേ. നല്ല സ്കൂളാണോ നോക്കും, നല്ല സ്കൂളാണോ നോക്കും, പിന്നെ സാലറി നോക്കും, സാലറി നോക്കും. ഓക്കെ, പിന്നെ പിന്നെന്ത് നോക്കും? അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കും. എന്താണ്? അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കും. അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നോക്കും അല്ലെ? അപ്പൊ കുറെ അധികം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മള് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു സാലറി ഉണ്ട്. ഒരു സ്കൂളിൽ നിങ്ങൾക്ക് 50,000 രൂപ ഓഫർ ചെയ്തു എന്ന് വിചാരിക്കാം.
നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് അവിടെ ചെന്നു. പക്ഷെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ നിങ്ങൾ അവിടെ ജോലി ചെയ്യോ? 50,000 രൂപ എടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജോലി ചെയ്യോ? പറ്റില്ല. ഒരിക്കലും ഇല്ല. പിന്നെ ചില ആളുകൾ എന്ത് നോക്കാറുണ്ട്? വർക്കിംഗ് അവേഴ്സ് നോക്കാറുണ്ട് അല്ലെ? എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ജോലി എന്ന് നോക്കാറുണ്ട് അല്ലെ? നമ്മളിൽ പലരും ഇത് നോട്ട് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ മക്കള് സ്കൂളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കള് വരുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ വീടിനടുത്തുള്ള സ്കൂളുകളൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ ആ രീതിയിൽ നോക്കും, വർക്കിംഗ് അവേഴ്സ് നോക്കും. എത്ര മണി തൊട്ടാണ് അല്ലെങ്കിൽ എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് വർക്കിംഗ് സമയം, ലൊക്കേഷൻ ഏതാണ്, അടുത്തുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതൽ പോകാനായിട്ട് ഇഷ്ടപ്പെടുക അല്ലെ? അങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും അല്ലെ? ജേർണി കുറച്ച് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാം. അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു എംപ്ലോയി എങ്ങോട്ട് പോകുന്നത്, ജോലിക്കായിട്ട് പോകുന്നത്. വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാന് ഒരു സ്കൂളിൽ ഇപ്പൊ 4 ദിവസത്തേക്ക് ലീവ് വേക്കൻസിൽ പോയിരുന്നേ. അപ്പൊ എനിക്ക് 500 രൂപ വെച്ചിട്ട് 2000 രൂപ ഇന്ന് അവര് ക്യാഷ് അയച്ചു തന്നു. അതെയോ? പോയത് ലിറ്റിൽ ഫ്ലവറിൽ. ഓക്കെ ഓക്കെ, നല്ല കാര്യം. സന്തോഷായില്ലേ? വളരെ ഹാപ്പിയായി. വളരെ ഹാപ്പിയാണ് അല്ലേ? അപ്പോ ഇപ്പൊ സാലറി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. സാലറി നോക്കും. പ്രശ്നം ആദ്യം അപ്പോഴും നമ്മൾ സാലറിക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷമാണ് വർക്കിംഗ് എൻവയോൺമെന്റും സമയവും സാഹചര്യവും ലൊക്കേഷനൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് നമ്മൾ എപ്പോഴും തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ആളുകൾ അതായത് എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്തും എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എന്താ പറയാ അവരുടെ എല്ലാത്തരം അതായത് അവരുടെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ അവരുടെ കാലാവധി, അതായത് എത്ര നാളത്തേക്കാണ് നിയമിക്കുന്നത്, ഇങ്ങനെയുള്ള അവരുടെ കഴിവുകള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നോക്കാറുണ്ട് സ്കൂളുകാര് അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് സ്യൂട്ടബിൾ, അതായത് ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ 2 ജോബ് വേക്കൻസിയിലേക്കാണ് ആളുകളെ എടുക്കുന്നതെങ്കിൽ ആ 2 പേര് ഏറ്റവും നല്ല ആളുകളായിരിക്കും അല്ലെ? 10 പേര് വന്നെന്ന് വിചാരിക്കാം, പക്ഷെ അതിനകത്ത് 2 പേരെയാണ് ആവശ്യമെങ്കിൽ ആ 2 പേര് നല്ല ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കില്ലേ? ഏറ്റവും നല്ല ആളുകളെയല്ലേ തിരഞ്ഞെടുക്കുക? യെസ്. അപ്പോ പേഴ്സണൽ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, വ്യാഴാഴ്ച ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് PG ക്ലാസ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് വ്യാഴാഴ്ച ആതിര മിസ്സിന്റെ ക്ലാസ്സിൽ ഞാനായിരിക്കും കയറുന്നത്. നെക്സ്റ്റ് വൺ ഫിനാൻസ് അല്ലെ? പണം വേണ്ടേ പ്രവർത്തിക്കാൻ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ട് 4 കൂടുതലായിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്ഥാപനമായാലും സ്കൂളായാലും പ്രവർത്തിക്കുന്നതിന് എന്ത് വേണം? പണം അഥവാ മണി ആവശ്യമാണ് അല്ലെ? അപ്പോ മണി എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, വരുമാനം ഉണ്ടാവാം, ചെലവുണ്ടാവാം. വരുമാനം ഏതൊക്കെ സോഴ്സിലൂടെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്? കുട്ടികളുടെ ഫീസിലൂടെ. കുട്ടികളുടെ ഫീസിലൂടെ വരുമാനം കിട്ടാറുണ്ട് അല്ലെ? ഓക്കെ, എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ, ചെലവാണെങ്കിലോ? എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ മേടിക്കാൻ, എക്യുപ്മെന്റ്സുകൾ മേടിക്കുന്നത്, സാലറി സാലറി കൊടുക്കുന്നത്, സാലറി എക്സ്പെൻഡിച്ചർ ആണ് കൊടുക്കുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ ഒരു പേന വാങ്ങിക്കണമെങ്കിൽ പോലും അതെന്തായിട്ടാണ് വരുന്നത്? പിന്നെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കണം. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അവിടെ കാണിക്കുന്നത് അല്ലെ? അപ്പോ വരുമാനവും ചെലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിനാൻസിൽ വരുന്നത്. പിന്നെ വ്യക്തമായിട്ട് അക്കൗണ്ടിങ് ഓഡിറ്റ് നടത്തണം. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ മാത്രമല്ല, അത് വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? സ്ഥാപനങ്ങൾ അക്കൗണ്ടന്റ് ഒക്കെ വരാറുണ്ട് അല്ലെ? വരവും ചെലവൊക്കെ നോക്കാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും വരാറില്ലേ? അക്കൗണ്ടന്റ് വന്ന് നോക്കും അല്ലെ? അപ്പോഴാണ് അറിയാം നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റുക അല്ലെ? ആ സ്കൂള് ലാഭത്തിലാണോ പ്രവർത്തിക്കുന്നത് നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നത് അക്കൗണ്ടിങ്ങിന് ശേഷം ടാലി ചെയ്തിട്ട് മാത്രമാണ് അറിയാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ മാനേജ്മെന്റ് മാത്രം എന്ത് ചെയ്യണ്ട, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട അല്ലെ? സഹായങ്ങൾ ഉണ്ടാവില്ലേ?
സ്കൂളിന് എവിടെ നിന്നൊക്കെയാണ് സഹായങ്ങൾ കിട്ടുന്നത്? പാരന്റ്സിൽ നിന്ന് കിട്ടും. പാരന്റ്സിൽ നിന്ന് കിട്ടും. പാരന്റ്സിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നേ? അല്ല, കമ്മ്യൂണിറ്റി വെറുതെ കൊടുക്കും അല്ലെ? വെറുതെ കൊടുക്കുന്നത് ആരൊക്കെയാ? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും അല്ലെ? കേന്ദ്ര സർക്കാരിന്റെ സംഭാവന ഉണ്ടാവും അല്ലെ? കേന്ദ്ര സർക്കാർ ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര രൂപ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതായത് ഒരു സ്കൂളിന് മാത്രം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത്ര കോടി മാറ്റി എന്നൊക്കെ ഉണ്ടാവും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും? പൈസ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോക്കി നിൽക്കോ? ഇല്ല അല്ലെ? സ്റ്റേറ്റ് എന്ത് ചെയ്യും? കടമെടുത്തിട്ടായാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് തുക മാറ്റി വെക്കാറുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ ലോക്കൽ ബോഡീസ്, നമ്മുടെ തെരഞ്ഞെടുപ്പ്, അതായത് നമ്മുടെ പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാറുണ്ട്? സഹായങ്ങൾ കിട്ടാറില്ലേ സ്കൂളിന്? യെസ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഇവിടെ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇവര് തമ്മില് പരസ്പരം, അതായത് ഇവര് ചിലപ്പോ ചില സമയത്ത് ഒറ്റയ്ക്കായിരിക്കാം പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഷെയർ. ഇപ്പോ കേന്ദ്ര സർക്കാർ ഇത്ര, സംസ്ഥാന സർക്കാർ ഇത്ര, ലോക്കൽ ബോഡീസ് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഫണ്ടൊക്കെ കിട്ടില്ലേ മാം? MLA ഫണ്ടൊക്കെ കിട്ടും. അതെ, അത് ഈ MLA ഫണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന വിഹിതവും അതുപോലെ തന്നെ സെൻട്രൽ ആയിട്ടുള്ള അവരുടെ വിഹിതവും കൂടി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വെക്കുക. അപ്പൊ ഇവര് തമ്മില് പരസ്പരം ഒരു ഷെയറിംഗ് കാര്യങ്ങൾ, ഇത്ര രൂപ ആ സ്കൂളിന് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര രൂപ ആ സ്കൂളിന് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് സ്കൂളിന് പ്രവർത്തിക്കാനുള്ള പണം കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ, അതായത് ചില കാര്യങ്ങളൊക്കെ ഫൈനൊക്കെ ആയിട്ട് ചിലപ്പോൾ മേടിക്കാറുണ്ട് ചില കുട്ടികളുടെ ഇല്ലേ? ഇപ്പൊ സ്കൂള് മാത്രമല്ല, മറ്റു പല സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഫൈൻ വാങ്ങിക്കാറുണ്ട് അല്ലെ? ചില സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ പോലുള്ള ഓർഗനൈസേഷൻസ്, അതിനൊക്കെ നമ്മൾ ഒരു ദിവസത്തിലൊക്കെ ഫൈൻ മേടിക്കും അല്ലെ? 5 രൂപയോ 10 രൂപയോ അങ്ങനെയൊക്കെ മേടിക്കാറില്ലേ? അതൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ ഇൻകം അല്ലേ? അല്ലെ? കുടുംബശ്രീക്ക് വേണമെങ്കിൽ ആ ഫൈൻ കൂട്ടി വെച്ച് വേണമെങ്കിൽ ഒരു ടൂർ പോകാം അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാം അല്ലെ? ഭക്ഷണം എന്തെങ്കിലും മേടിച്ച് കഴിക്കാം അല്ലെ? അവിടെ ഉള്ള ആളുകൾക്ക് തന്നെ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ടാക്സേഷൻ, അതായത് ഈ ഒരു ഫൈനും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതും ഫിനാൻസിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, പൂവർ ഫണ്ട് ഒക്കെ ഇല്ലേ മാം? പൂവർ ഫണ്ട് ഉണ്ട്, അതിന് ഫണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ടൂർ ഫണ്ടൊക്കെ ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ പണം ചെലവാക്കുന്നത്, പിന്നെ ഫണ്ടുകൾ നിയന്ത്രിക്കുന്നത്, ഇതിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിയമങ്ങളും ചട്ടങ്ങളും വേണം. ഇതൊക്കെ ഓക്കെയാണ്, നമ്മൾക്ക് പണം സ്വീകരിക്കാം, പണം ചെലവാക്കാം. പക്ഷെ 1 രൂപയാണെങ്കിലും ചെലവാക്കുമ്പോ അതിന് കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം അത് സ്കൂളിൽ നടപ്പിലാക്കേണ്ടത്. തോന്നിയ പോലെ പണം ചെലവാക്കാനോ അല്ലെങ്കിൽ വരുമാനം ശേഖരിക്കാനോ പാടുള്ളതല്ല. കൃത്യമായിട്ടുള്ള നിയമങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയും ആയിരിക്കണം ഇത് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ കരിക്കുലം ആണ്. കരിക്കുലം, പാഠ്യപദ്ധതി. എന്താണ് കരിക്കുലം അഥവാ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്? എന്തിനാണ് കരിക്കുലം രൂപപ്പെടുത്തുന്നത് എന്ന് പറയാം? നല്ല എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി. അതായത് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാർഗരേഖയെയാണ് നമ്മള് പാഠ്യപദ്ധതി അഥവാ കരിക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അഥവാ മാർഗ നിർദ്ദേശങ്ങളെ പാഠ്യപദ്ധതി അഥവാ കരിക്കുലം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യകത ഓരോ സ്കൂളിനും ഉണ്ട്. ഓക്കെ, കാരണം ഓരോ സ്കൂളും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്
ഏതൊരു സ്കൂളായാലും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം സ്റ്റുഡന്റിന്റെ ഔട്ട്പുട്ട് ആണ്. അതായത് നല്ല രീതിയിൽ ഒരു കുട്ടി പഠിച്ച് ആ സ്കൂള് വിട്ട് ഇറങ്ങുന്നു, നല്ല കുട്ടിയായിട്ട് വളരുന്നു, നല്ല രീതിയിൽ അവൻ സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയാകുന്നു, അവന് നല്ല ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് ഒരു സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ആ കുട്ടിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്? കരിക്കുലം ആവശ്യമല്ലേ? വേണോ? കരിക്കുലം വേണോ? Yes, ma'am. യെസ്, വേണം അല്ലെ? ഓക്കെ. അപ്പൊ ഈ കരിക്കുലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പാഠ്യപദ്ധതി തയ്യാറാക്കേണ്ടത് കുറെ അധികം കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതായത് സയന്റിഫിക് ആയിട്ടുള്ള വശങ്ങള്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങള് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം പാഠ്യപദ്ധതി തയ്യാറാക്കാൻ. അതായത് ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് സയൻസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം അല്ലെ? സയൻസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്? പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് അല്ലെ? പിന്നെ അതുപോലെ തന്നെ എക്സ്പെരിമെന്റുകൾ ഉണ്ട് അല്ലെ? പലതരത്തിലുള്ള എക്സ്പെരിമെന്റുകൾ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതേ കുറിച്ചൊക്കെ കുട്ടിക്ക് അറിവുണ്ടായിരിക്കണം. അതായത് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തില്, ലൈഫില് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള അറിവുണ്ടാവണം, ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെ? കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയണം. ഇന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ടെക്നിക്കൽ സ്കില്ല് കുട്ടിക്ക് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോ ആ കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള വശങ്ങൾ എങ്ങനെയാണ്? നമ്മള് സ്കൂളിലൊക്കെ മോറൽ സയൻസ് പഠിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? മോറൽ സയൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം കഥകള്, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ധാരാളം കഥകൾ ഉണ്ട് അല്ലെ? ആ കഥകളിൽ നമ്മൾ പല മഹാന്മാരുടെ കഥകളും കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ അതിലൂടെ കുട്ടി ഒരു സാമൂഹിക ജീവിയായിട്ടാണ് മാറുന്നത്. ഓക്കെ. നമ്മൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൂറ് പോയിട്ടുള്ള വിജയൻ സാറോ ഈ കപ്പിളായിട്ട് കുറെ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള അതെ മാം. അവരുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ട്. പുതിയ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? ചായക്കട നടത്തി പോയതാണ്. എന്താണ്? ചായക്കട നടത്തി അതെ 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 അതെ. അവരുടെ ലൈഫ് ജേണി ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട്. ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പത്രത്തിൽ ഒരു തവണ വായിച്ചതാ. ഇനി ഈ അധ്യയന വർഷം മുതലാണോ എന്ന് എനിക്കറിയില്ല. ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അപ്പോ ഇതൊക്കെ എന്താണ്? സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് സോഷ്യലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും എങ്ങനെയാണ് ഒരു മനുഷ്യനാവേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് പാഠ്യപദ്ധതിയിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അധ്യാപകരുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുക. അതായത് ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് കൂടുതലായിട്ടുള്ള ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുക. അല്ലെങ്കിൽ എന്താണ് രണ്ടുപേരും, അതായത് ടീച്ചർ ആയാലും കുട്ടികളായാലും അവർ മിങ്കിൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരോട് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് കുട്ടികൾക്ക് കിട്ടുന്നതെന്നുള്ള കാര്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്നത്, അത് തെരഞ്ഞെടുക്കുന്നത്, അതിന്റെ സപ്ലൈ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മള് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ അഭിപ്രായം കൂടി ചോദിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുക അല്ലെ? ഒരു വിദഗ്ധ സമിതി ഇരുന്നിട്ടാണ് നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അറിയാലോ അല്ലെ? കുറച്ചു പേര് ഇരുന്നിട്ടല്ലേ ചെയ്യുന്നേ? അപ്പൊ അതിനകത്ത് ആ കുറച്ചു പേരുടെ അഭിപ്രായം മാത്രം പരിഗണിക്കാതെ ടീച്ചേഴ്സിന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാല്, ഒരു വോട്ടിംഗ് എന്ന പോലെ പരിഗണിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും. അതായത് സ്റ്റുഡൻസിന് കൂടുതലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കേണ്ടതെന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നേ, കരിക്കുലത്തിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? Yes, ma'am. The next one physical facilities ആണ് കേട്ടോ.
സെമിനാർ എടുക്കാൻ ടൈം കിട്ടുമോ? സെമിനാറിന് ലാസ്റ്റ് സെമിനാർ എടുക്കാന്ന് പറഞ്ഞിരുന്നു. ആ അധികം സമയമുണ്ടോ സീന? അധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അധികം ഇല്ല. 10 മിനിറ്റ് 15 മിനിറ്റ് കൂടി വന്നാ 15 മിനിറ്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഇതും കൂടി ഒന്ന് കഴിയട്ടെ കേട്ടോ, കോർഡിനേഷനും കൂടി കഴിയട്ടെ എന്നിട്ട് തുടങ്ങാം. അല്ല സോറി, പബ്ലിക് റിലേഷനും കൂടി കഴിയട്ടെ. ആ ഫിസിക്കൽ ഫെസിലിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? അതായത് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് സ്കൂൾ കെട്ടിടം, അതുപോലെ പ്ലാന്റ്, ഉപകരണങ്ങള്, സാധനങ്ങള്, ഓക്കെ, സപ്ലൈസ്, എക്യുപ്മെന്റ്, ഇവയുടെ വാങ്ങല്, അതായത് ഇവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ എക്യുപ്മെന്റുകളായാലും അത് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ മെയിന്റനൻസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കണക്കിൽ രേഖപ്പെടുത്തുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പബ്ലിക് റിലേഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എല്ലാവരും, വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ഒരു എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിന്റെ വിജയത്തില് ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള അംഗീകാരം നൽകേണ്ടത് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും തമ്മിൽ പരസ്പരം കോർഡിനേഷൻ പോലെ തന്നെയാണ്, എല്ലാവരും തമ്മിൽ പരസ്പരം ഒരു കോർഡിനേഷൻ ഉണ്ടാവുക, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ഞാനേ ഒരു ബുക്ക് ഒന്ന് എടുത്തിട്ട് വരട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സെമിനാർ തന്നവരുടെ പേര് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. സീന റെഡി ആയിക്കോളൂ, ഞാനിപ്പോ വരാം. ഓക്കെ മാം. സീന സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Okay, ma'am. Good afternoon, respected ma'am and my dear friends. Today I feel very happy and honored to present a seminar on the topic discipline in school. Discipline is one of the most important foundations of education. So today. സെക്കൻഡ് സീന പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പറ്റുമെങ്കിൽ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പോ ഈ സെമിനാർ എടുക്കുന്ന വിഷയങ്ങൾ ഞാൻ ചിലപ്പോ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നെന്ന് വരില്ല. ഇത് നിങ്ങൾ പഠിച്ചു പോകുന്നതാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? Discipline is one of the most important foundations of education. So today I would like to explain this topic in detail. Introduction. Education is not only about giving knowledge, it is also about shaping the child's behavior, character, and personality. A school is not just a place where subjects are taught,
It is a place where life skills, values, and habits are formed. One of the most important elements in this process is discipline. വിദ്യാഭ്യാസം അറിവ് നൽകുന്നതിനായി മാത്രമല്ല, കുട്ടിയുടെ പെരുമാറ്റം, സ്വഭാവം, വ്യക്തിത്വം ഇവ രൂപപ്പെടുത്തുന്നതിന് കൂടിയാണ്. സ്കൂൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലം മാത്രമല്ല, ജീവിത കൗശലങ്ങള്, മൂല്യങ്ങള്, ശീലങ്ങള് ഇവ രൂപപ്പെടുന്ന ഇടം കൂടിയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഡിസിപ്ലിൻ എന്നത്. മീനിങ് ആൻഡ് ഒറിജിൻ ഓഫ് ഡിസിപ്ലിൻ. The word discipline comes from the Latin word disciplina, which means training or learning. Therefore, discipline does not mean punishment. It means training the child to live properly and responsibly. In school, discipline means order, punctuality, regularity, and responsible behavior. ഡിസിപ്ലിൻ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ ഡിസിപ്ലിന എന്ന പദത്തിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം പരിശീലനം അല്ലെങ്കിൽ പഠനം എന്നാണ്. അതുകൊണ്ട് ഡിസിപ്ലിൻ എന്നത് ശിക്ഷ എന്ന അർത്ഥമല്ല, ശരിയായ രീതിയിൽ ജീവിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക എന്നതാണ്. സ്കൂളിൽ ഡിസിപ്ലിൻ എന്നത് ക്രമം, സമയപാലനം, സ്ഥിരത, ഉത്തരവാദിത്തം എന്നിവയാണ്. ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ. There are mainly two types of discipline. First is external discipline. This is control imposed from outside. It includes fear, punishment, and strict rules. It gives only temporary കൺട്രോൾ. ഡിസിപ്ലിന് പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ്. ആദ്യത്തേത് എക്സ്റ്റേണൽ ഡിസിപ്ലിൻ ആണ്. ഇത് പുറത്തു നിന്ന് അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണമാണ്. ഭയം, ശിക്ഷ, കർശന നിയമങ്ങൾ എന്നിവ ഇതിൽപ്പെടുന്നു. ഇത് താൽക്കാലിക നിയന്ത്രണം മാത്രമാണ് നൽകുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്റേണൽ ഡിസിപ്ലിൻ ആണ്. ദിസ് ഈസ് സെൽഫ് കൺട്രോൾ. ദ ചൈൽഡ് ഫോളോസ് റൂൾസ് ബിക്കോസ് ഹി അണ്ടർസ്റ്റാൻഡ് ദെയർ വാല്യൂസ്. ദിസ് ക്രിയേറ്റ്സ് പെർമനന്റ് ചേഞ്ചസ്. മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഗീവ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഇന്റേണൽ ഡിസിപ്ലിൻ. രണ്ടാമത്തേത് ഇന്റേണൽ ഡിസിപ്ലിൻ. ഇത് സെൽഫ് കൺട്രോൾ ആണ്. നിയമങ്ങളുടെ മൂല്യം മനസ്സിലാക്കി പാലിക്കുന്നതാണ്. ഇതാണ് സ്ഥിരമായ മാറ്റം സൃഷ്ടിക്കുന്നത്. മോണ്ടിസോറി വിദ്യാഭ്യാസം ആന്തരിക ഡിസിപ്ലിനെയാണ്, അതായത് ഇന്നർ ഡിസിപ്ലിനെയാണ് പ്രാധാന്യം നൽകുന്നത്. ഡിസിപ്ലിൻ ഈസ് നോട്ട് ഫിയർ. മെനി പീപ്പിൾ തിങ്ക് ഡിസിപ്ലിൻ മീൻസ് സൈലൻസ് ഇൻ ദ classroom, but silence created by fear is not real discipline. Fear may control behavior temporarily, but it cannot build strong character. True discipline begins when the child behaves correctly, even when no one is watching. പലർക്കും ഡിസിപ്ലിൻ എന്നത് ക്ലാസ്സിൽ ശാന്തമായി ഇരിക്കലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഭയം മൂലം വരുന്ന നിശബ്ദത യഥാർത്ഥ ഡിസിപ്ലിൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഭയം പെരുമാറ്റം കുറച്ച് സമയത്തേക്ക് നിയന്ത്രിക്കും, പക്ഷെ നല്ല സ്വഭാവം വളർത്തുന്നേ ഇല്ല. അവിടെ ആരും നോക്കാത്തപ്പോൾ പോലും ശരിയായ രീതിയിൽ പെരുമാറുമ്പോഴാണ് യഥാർത്ഥ ഡിസിപ്ലിൻ അവിടെ ഉണ്ടാകുന്നത്. മോണ്ടിസോറി വ്യൂ ഓഫ് ഡിസിപ്ലിൻ. അക്കോർഡിംഗ് ടു ഡോക്ടർ മരിയ മോണ്ടിസോറി, ഡിസിപ്ലിൻ മസ്റ്റ് കം ഫ്രം വിത്തിൻ ദ ചൈൽഡ്. When a child works freely in a prepared environment, he develops concentration. From concentration, inner discipline grows naturally. So discipline is the result of freedom and meaningful work. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഡിസിപ്ലിൻ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വളരേണ്ടതാണ്. പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ കുട്ടിയിൽ കോൺസെൻട്രേഷൻ വളരുന്നു. കോൺസെൻട്രേഷൻ മൂലം ഇന്നർ ഡിസിപ്ലിന് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നു. അതിനാൽ ഡിസിപ്ലിൻ ഫ്രീഡത്തിന്റെയും മീനിങ്ഫുൾ വർക്കിന്റെയും ഫലമാണ്. റോൾ ഓഫ് ടീച്ചർ. ടീച്ചറിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് ഡിസിപ്ലിനിൽ. ദ ടീച്ചർ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഡിസിപ്ലിൻ. ദ ടീച്ചർ ഷുഡ് നോട്ട് ഇമ്പോസ് ഡിസിപ്ലിൻ ബൈ ഫോഴ്സ്. ദ ടീച്ചർ മസ്റ്റ് ഗൈഡ്, ഒബ്സർവ് ആൻഡ് ഇൻസ്പയർ. ചിൽഡ്രൻ ലേൺ മോർ ഫ്രം വാട്ട് ദ ടീച്ചർ ഡസ് ദാൻ ഫ്രം വാട്ട് ദ ടീച്ചർ സേസ്. എ കാം ആൻഡ് പേഷ്യന്റ് ടീച്ചർ ക്രിയേറ്റ്സ് എ ഡിസിപ്ലിൻ ക്ലാസ് റൂം. അതായത് ഡിസിപ്ലിൻ വളർത്തുന്നതിൽ ടീച്ചർക്ക് വളരെ വലിയൊരു പങ്കാണുള്ളത്. ടീച്ചർ ഡിസിപ്ലിൻ ബലപ്രയോഗം കൊണ്ട് അടിച്ചേൽപ്പിക്കരുത്. ടീച്ചർ ഗൈഡ് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, ഇൻസ്പയർ ചെയ്യണം. കുട്ടികൾ ടീച്ചർ പറയുന്നതിനേക്കാൾ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ പഠിക്കുന്നത്. ശാന്തവും സഹനശീലവുമായ ടീച്ചർ ഡിസിപ്ലിൻ ഉള്ള ക്ലാസ് സൃഷ്ടിക്കും. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ മോള് സ്കൂൾ വിട്ട് വന്നു അവള് കളിക്കുന്ന സമയത്ത് കുറച്ച് ടൈം ടീച്ചറും കുട്ടിയായിട്ട് കളിക്കും. ടീച്ചർ കുട്ടിയെ എന്നുള്ള രീതിയിൽ, അതായത് ഈ കസേര ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറെ പാവകളെ നിരത്തി വെക്കും. അവളത് ടീച്ചറായിട്ട് ആക്ട് ചെയ്യും. കുട്ടികളായിട്ട് പാവേനെ വെക്കും. എന്നിട്ട് അന്ന് മിസ് പറഞ്ഞതും പഠിപ്പിച്ചതും അതേ ശബ്ദത്തിലും രീതിയിലൊക്കെ ഇങ്ങനെ
ആവർത്തിക്കും. അപ്പൊ ഇതിൽ കാണിക്കുന്ന കുട്ടി പേടിച്ചനുസരിക്കുന്നതല്ല എന്നതാണ്, അവൾ ടീച്ചറിനെ അനുകരിക്കുകയാണ്. ഇവിടെ ഡിസിപ്ലിൻ ഫോഴ്സ് ചെയ്തതല്ല, സ്വാഭാവികമായി വളർന്നതാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ദ എയിംസ് ഓഫ് ഡിസിപ്ലിൻസ് ആർ to develop self-control, to build good habits, to create responsibility, to improve social behavior, to develop moral values. Discipline builds character and confidence. ഡിസിപ്ലിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ വളർത്തുക, നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തുക, ഉത്തരവാദിത്തബോധം വളർത്തുക, സാമൂഹിക പെരുമാറ്റം മെച്ചപ്പെടുത്തുക, നന്മയുടെ മൂല്യങ്ങൾ വളർത്തുക എന്നിവയാണ്. ഡിസിപ്ലിൻ സ്വഭാവവും ആത്മവിശ്വാസവും വളർത്തുന്നു. ടു കൺക്ലൂഡ്, ഡിസിപ്ലിൻ ഇൻ സ്കൂൾ ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ഫിയർ ഓൺ or punishment. It should be based on understanding, respect and self-control. As future Montessori teachers, or responsibility is not to demand discipline, but to create an environment where discipline grows naturally. ഇവിടെ പറയുകയാണെങ്കിൽ സ്കൂളിലെ ഡിസിപ്ലിൻ ഭയത്തിലും ശിക്ഷയിലും ഉള്ളതായിരിക്കരുത്. അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്ട്, സെൽഫ് കൺട്രോൾ ഇവയാണ് യഥാർത്ഥ ഡിസിപ്ലിന്റെ അടിസ്ഥാനം. ഭാവിയിലെ മോണ്ടിസോറി അധ്യാപകരായ നമുക്കുള്ള കടമ ഡിസിപ്ലിൻ ആവശ്യപ്പെടുകയല്ല, ഡിസിപ്ലിൻ സ്വാഭാവികമായി വളരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ബിഫോർ ഐ എൻഡ്, I would like to express my heartfelt gratitude to our respected ma'am and my dear friends. Your support and guidance inspire me to become a responsible and dedicated teacher in the future. Thank you once again, you for your kind attention. Thank you so much. Okay, thank you so much. Thank you ma'am. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? മനസ്സിലായോ ഡിസിപ്ലിൻ സ്കൂൾ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇനി സെമിനാർ ടോപ്പിക് തരട്ടെ. വ്യാഴാഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ? എല്ലാ ബാച്ചുകൾക്കും പ്രസന്റ് ചെയ്യാം കേട്ടോ. 14th ബാച്ച് ഇൻക്ലൂഡ് കേട്ടോ. നിങ്ങൾക്കും പ്രസന്റ് ചെയ്യാവുന്നതാണ്. വൈവൈ ആയിട്ടില്ലെന്ന് കരുതി അത് നോക്കണ്ട. ആ സമയം, അതായത് വൈവൈ ആകുന്ന സമയത്ത് സെമിനാറിന്റെ മാർക്ക് പാസ് ചെയ്യും കേട്ടോ. വനജ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വനജ ഇന്ന് കയറിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയങ്ങളിൽ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്ലോമയുടെ ക്ലാസ്സിൽ. ഓക്കെ, അഞ്ചയുടെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ആണ്. അതിൽ കുറെ പോയിന്റ് ഔട്ട് ബുള്ളറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ ഹെഡ് മാസ്റ്റർ, ദ ടീച്ചർ, ദ ടീച്ചിങ് മെത്തേഡ്സ്. അത് ഓരോരുത്തർക്കായിട്ടാണ്. ഹെഡ് മാസ്റ്റർ ആണോ? ഒക്കെയാണോ? അത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടില്ലേ ഓരോന്ന്? ആ, അതെ അതെ അതെ. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ ലൗലിയാണ് പറഞ്ഞത്. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആതിരയായിരുന്നോ? ആതിരയുടെ സബ്ജക്ട് ടോപ്പിക് ഏതായിരുന്നു? ആതിര മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആയിരുന്നു. മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അപ്പൊ ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് റീപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വ്യാഴാഴ്ച മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിനും മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനും ഒക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സെമിനാർ അവതരിപ്പിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അധികം. ഇനി അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ വനച്ച് കയറുമെന്ന് നോക്കാം മറ്റന്നാള്. അല്ലെങ്കിൽ അത് ഞാൻ തന്നെ പറയാം കേട്ടോ. ഹെഡ് മാസ്റ്റർ തുടങ്ങി ഓരോരുത്തരായിട്ട് ടോപ്പിക് പറഞ്ഞോളൂ കേട്ടോ. ഹെഡ് മാസ്റ്റർ ആരാ ചെയ്യാ? ഞാൻ ചെയ്യാം. ചെയ്യും അല്ലേ? ടീച്ചറോ? ടീച്ചർ ആര്യവിനോ? ആര്യവിനോട് പേരാണ്ട് എഴുതിയേക്കണേ. ടീച്ചിങ് മെത്തേഡ്സ് വിനിഷ പറയാം. ടീച്ചിങ് മെത്തേഡ്സ് വിനിഷ. സ്കൂൾ എൻവയോൺമെന്റ് സിൻസി. ചെയ്യാം.
Then co-curricular activities. ഞാൻ ചെയ്യാം മാം. Okay. Sanish, like. Then self-government in schools. ചെറിയ ടോപ്പിക് ആണ് കേട്ടോ, അതാണ് ഞാൻ കൂടുതൽ ചോദിക്കുന്നത്. സെൽഫ് ഗവൺമെന്റ് ഇൻ സ്കൂൾ ആരാ ചെയ്യാം? ആരെങ്കിലും ഉണ്ടോ? ഹസീന. ഹസീന ക്ലാസ്സിൽ കയറുമല്ലോ സമയത്ത്. മറ്റന്നാളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും മതി. ഒരു 6 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. 6. ഞാൻ ഒന്നും കൂടി വായിക്കാം പേരുകള്. ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ടോപ്പിക് റസ്മിന ചെയ്യും. ടീച്ചർ ആര്യ വിനു. ടീച്ചിങ് മെത്തേഡ്സ് വിനിഷ. സ്കൂൾ എൻവയൺമെന്റ് സിൻസി. കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് സനിഷ. പിന്നെ സെൽഫ് ഗവൺമെന്റ് സ്കൂള് ഹസീന. ഓക്കെ ആണല്ലോ? അതിന്റെ ബാക്കി ഭാഗം ഞാൻ സമയം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. സെമിനാർ അവതരിപ്പിച്ചതിന് ശേഷം സമയം ഉണ്ടാവും ചിലപ്പോ, അപ്പൊ നമുക്കത് പറയാം കേട്ടോ. അപ്പൊ ചെറിയ ടോപ്പിക് ആയതൊക്കെ അധികം ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? അതെ മാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാം, ഡിപ്ലോമയില് നമ്മള് സെമിനാർ എടുത്താലും നമുക്കിപ്പോ സെയിം ടോപ്പിക് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കാറില്ലേ? അതുപോലെ ഇതിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്. PG ആയതുകൊണ്ട് PG-യിലെ ടോപ്പിക് എടുക്കണം. അതന്നെ PG-യിൽ തന്നെ നമുക്ക് ഇപ്പൊ ചെയ്ത തന്നെ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുമോ? വീണ്ടും വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് ഒരാള് സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ കേൾക്കുന്നില്ലേ, അപ്പൊ അത് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് തരുന്നത് കേട്ടോ. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മിസ്സിനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വൈവേറെ കാര്യം കേട്ടോ. ഞാൻ മെസ്സേജ് അയച്ചപ്പോ സംസാരിക്കാന്ന് പറഞ്ഞോ? ഞാൻ മെസ്സേജ് അപ്പം വേഗം റിപ്ലൈ തന്നു. അപ്പൊ പറഞ്ഞു ഞാൻ സംസാരിക്കാം, മിസ്സിനോട് സംസാരിക്കാന്ന്. എനിക്ക് മിസ്സിന് വൈകിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് വൈകിട്ടേ പറ്റുള്ളൂ. രാവിലെ ഒന്നും പറ്റില്ല അല്ലേ ജാസ്മിന്? രാവിലെ പറ്റില്ല. രാവിലെ പിന്നെ 8 മണി 8:30 ഡിപ്ലോമയുടെ ക്ലാസ് ടൈം അല്ലേ, 10:30 തൊട്ട് 11:30 വരെ. ആ സമയം ഒരു ഗ്യാപ്പ് ഉള്ളൂ എനിക്ക്. ആ കൊച്ചുറങ്ങും ആ സമയത്ത്. 8 മണി 9 മണിയാണ് ഇവിടെ ടൈം ആ സമയം. അപ്പൊ അതാണ് ക്ലാസ് കയറാൻ പറ്റുന്നത് എനിക്ക്. ഞാൻ 13th ബാച്ച് 13ാമത്തെ. ഈ 10:30 കഴിഞ്ഞിട്ടുള്ള സമയം പറ്റുമോ? ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാനുണ്ടാവും. 10:30 കഴിഞ്ഞിട്ടുള്ള 11:30 കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇവൻ അപ്പുറത്തിരുന്ന് ഉള്ളിട്ടാലുള്ള ഒരു പ്രശ്നമുള്ളൂ. കൊച്ചി ഞാൻ മാത്രല്ലേ ഉള്ളൂ ഫ്ലാറ്റില്, ഞാനും കൊച്ചും മാത്രല്ലേ ഉള്ളൂ. 11:30 കഴിഞ്ഞിട്ട് പറ്റുമോ? സമയം ഓക്കെ ആണോ? 11:30 എന്ന് പറഞ്ഞാ ഇവിടെ ടൈം 11:40 ഓക്കെ ആണോ? 11:30 to 11:40. കുഴപ്പമില്ല. ഹസ്ബൻഡിനോടൊന്ന് വൈകിട്ട് പോവാൻ പറയാ ഞാൻ. അങ്ങനെയാണെങ്കിൽ നാളെ അല്ല മറ്റന്നാള് വ്യാഴാഴ്ച ഓക്കെ ആണോ? കുഴപ്പമില്ല. 11:30 to അപ്പൊ കുഴപ്പമില്ല. ഹസ്ബൻഡിനോട് ഇത്തിരി വൈകി പോവാൻ ഞാൻ പറയാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പൊ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. 11:30 to 11:30 വരെ ക്ലാസ് ഉണ്ട്. അതിനുശേഷം ആ ഒരു 10 മിനിറ്റ് ജാസ്മിൻ ഓക്കെ ആണെങ്കിൽ മറ്റന്നാളത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. നാളത്തെ ടൈം മാറ്റാം. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറയാം. വ്യാഴാഴ്ച ഓക്കെയാണ്. അല്ല വെള്ളിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച ഓക്കെ. വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ കുഴപ്പമില്ലേ, ലീവ് ആണല്ലോ ഇവിടെ. കുഴപ്പമില്ല. വിളിച്ചിട്ടുള്ള സ്റ്റാഫില്ലേ, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് എന്നെ ആരും വിളിച്ചില്ല. ഡയറക്റ്റ് പേര് വിടുക ചെയ്തത്. എന്നെ വേണമെങ്കിൽ വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇവിടെ ആയതുകൊണ്ട് എന്റെ നമ്പർ വാട്സപ്പിൽ വിളിച്ചാൽ മാത്രമേ എന്നെ കിട്ടുള്ളൂ.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞേക്കാം ജാസ്മിന്റെ സമയം നാളത്തേതിൽ നിന്ന് മറ്റന്നാളത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയാന്ന് വെച്ചാ ഓക്കെ ശരി. ഓക്കെ ശരി, അന്ന് വൈകിട്ട് ചെയ്തോട്ടെ. യെസ് മാം. വ്യാഴാഴ്ച കേട്ടോ, എല്ലാവരും തന്നെ കേറുക. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.